എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മനു ചെറിയ പരിഭവത്തോടു കൂടിയാണ് അലീനയെ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് എറണാകുളത്ത് പോകുന്ന കാര്യം എന്നോട് പറയാതിരുന്നത് എന്ന്. എന്നിട്ട് അലീന പറയും, ഞാൻ പറഞ്ഞായിരുന്നല്ലോ മനുവേട്ട മറന്നുപോയോ എന്ന് ചോദിക്കും. അന്നേരം മനു പറയുവാണ്, അങ്ങനെ വിളിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്, കൂടെ വരാൻ എന്നെയും കൂടി വിളിക്കാതിരുന്നത് എന്താണ് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, ഇവരെല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട്, പിന്നെ അച്ഛൻ ഒരു ദൂരയാത്രയ്ക്ക് പോവാണെന്ന് പറഞ്ഞു, പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഇങ്ങോട്ട് പോരുന്നത്, അതുകൊണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോം വയ്ക്കുവാണേ. അന്നേരം ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുവാണ് അലീന. അന്നേരം മനു പിന്നെ വിളിക്കും. എന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് ആ ഫോം വെച്ചത് എന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി എന്ന് പറയും. എന്നിട്ട് നീ എന്നെ തിരിച്ചു വിളിക്കാതിരുന്നേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയും, അല്ല തിരിച്ചു വിളിക്കണോ അതോ പിന്നെ വിളിക്കണോ എന്നൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് മനുവായിട്ട് ഇങ്ങോട്ട് വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ തീരുമാനം എടുത്തിട്ട് ഒന്നുകൂടെ വിളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെയും കട്ട് ചെയ്യാൻ പോവാം. അന്നേരം അയ്യോ കട്ട് ചെയ്യല്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് പറയുന്നുണ്ട് അലീന. അന്നേരം എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുവാണ്, അച്ഛനൊരു ദൂരയാത്രയ്ക്ക് പോയതാണ്, എന്തിനു പോയതാണ് എവിടേക്ക് പോയതാണ് എന്നൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് എന്നിങ്ങനെ പറയും. അന്നേരം മനു ഇത്തിരി പരിഭവം പോലെ പറയുന്നുണ്ട്, എന്നാലും എന്നെയും കൂടി വിളിക്കാമായിരുന്നു എന്ന്. അന്നേരം അലീന പറയുവാണ്, മനുവേട്ടന് ഇവിടെ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്, ഞാനല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, മനുവേട്ടന് ഇവിടെ എല്ലാം അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അവിടെയുള്ളവരൊക്കെ ഈ വിവരം അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവരറിഞ്ഞു എന്ന് പറയും. അന്നേരം അലീനയ്ക്ക് ചെറിയ ടെൻഷനുണ്ട്. ഏതായാലും വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കുക, അതും തോന്നിയാലല്ലേ കാണുള്ളൂ എന്ന് മനു പറയും. എന്നിട്ട് വെക്കാൻ തുടങ്ങുമ്പോൾ, ഇല്ല മനുവേട്ട, വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വിളിക്കും, ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വന്നു കഴിയുമ്പം പറയാം കേട്ടോ എന്ന് പറയുവാണ്. അന്നേരം ഇവരിങ്ങനെ സംസാരിക്കുമ്പം അവിടെ രേവതിക്കുട്ടി വന്ന് നിൽപ്പുണ്ട്. അന്നേരം അലീന പറയും, ദേ രേവതിക്കുട്ടി വന്ന് ഇവിടെ കണ്ണും പിടിച്ച് നോക്കി നിൽപ്പുണ്ട് കേട്ടോ എന്ന്. അന്നേരം മനു എൻ്റെ അന്വേഷണം അറിയിച്ചേരേ എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി തിരിച്ച് എൻ്റെ അന്വേഷണം മനുവേട്ടനെ അറിയിച്ചേരേ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അത്രയൊക്കെ സംസാരിച്ചിട്ട് അവർ ഫോം വയ്ക്കും. ഫോം വെച്ച് കഴിയുമ്പം അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്ന കാര്യം ഞാൻ മനുവേട്ടനോട് പറഞ്ഞില്ല, മനുവേട്ടനെ കൂടി വിളിച്ചില്ല, അതിൻ്റെ ഒരു പരിഭവം ഉണ്ട് മനുവേട്ടനെ എന്ന് പറയുമ്പം എന്നെ അനുവദിച്ചിട്ട് എന്നാ കാര്യം എന്നിങ്ങനെ പറയും. അന്നേരം അതെന്താണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുവാണ് രേവതിക്കുട്ടി. അലീനയുടെ സ്വഭാവം ഈ ഒരു രീതിയാണ്, മാറില്ല എന്നോർത്തായിരിക്കും രേവതിക്കുട്ടി ആ രീതിയിൽ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്ക് കിടന്നാലോ എന്ന് ചോദിക്കുമ്പം അതെ ഞാൻ അച്ഛനെ കൂടി ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുവാണ്. എന്നിട്ട് അലീന ബാലേന്ദ്രനെ വിളിക്കുന്നതേ ബാലേന്ദ്രൻ ചോദിക്കും, എപ്പോഴാണ് മോളെ വീട്ടിലെത്തിയത് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വന്നു വെച്ചാൽ, അത് കഴിഞ്ഞ് പുറത്ത് ഒന്നുകൂടി ഒന്ന് കറങ്ങാൻ പോയി, അത് കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാം ഉറങ്ങാൻ പോയി എന്നൊക്കെ പറയുന്നു. അച്ഛനെ എപ്പോഴാണ് പോരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നാളെ ചിലപ്പോൾ പുറപ്പെടുമായിരിക്കും എന്ന് പറയുന്നു. എന്നിട്ട് കിടന്നു പിന്നെ വിളിക്കാം എന്നൊക്കെ പറയുവാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ പോയ കാര്യങ്ങളൊക്കെ സാധിച്ചോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, സാധിച്ചില്ല, 1-2 പേരെ കൂടി കാണാനുണ്ട്, അതിന് ശേഷമേ ഒരു തീരുമാനം എത്തുള്ളൂ എന്ന് പറയും. എന്നിട്ട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അവർ ഫോം വയ്ക്കുവാണ്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസമാണ്. മനു മുറ്റത്ത് ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഓട്ടോയിൽ രഞ്ജു വന്ന് ഇറങ്ങുന്നത്. അന്നേരം പാണ്ടക്കെട്ടെല്ലാം ബാഗെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിയുമ്പോൾ ഇത് എന്നതാടി ഇതിൻ്റെ അകത്ത് മൊത്തം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബാഗ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിയത്തില്ലായിരുന്നു, എന്നാൽ കാർ എടുത്തുകൊണ്ട് ഒന്ന് ബസ് സ്റ്റോപ്പിൽ വരെ വരാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, ഓട്ടോക്കാർക്കും ജീവിക്കണ്ടേ, ഓട്ടോ വിളിച്ച് നിർത്തും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആണോ എങ്കിൽ ഓട്ടോ ചാർജ് കൊടുത്തേരെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് രഞ്ജു. ഓട്ടോക്കാരൻ 150 രൂപ ചാർജ് പറയും, കൊള്ളയാണല്ലോ ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നുണ്ട് മനു. ഏതായാലും രഞ്ജു അകത്തോട്ട് വരുന്നത് ഇതെന്നതാടി ഈ ബാഗിലൊക്കെ എന്ന് ചോദിക്കുമ്പം അത് ഡ്രസ്സ് അമ്മയെ കഴുകാനുള്ളത് എടുത്തുകൊണ്ട് വന്നതാ എന്ന് പറയും. നീ എന്താ ഇന്നലെ വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പം അതെ ഇന്നലെ പൊന്നമ്പിളിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അത് ഞങ്ങളൊരു റിസോർട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പം എപ്പോഴാണ് നീ റിസോർട്ടിൽ പോയത് എന്ന് ചോദിക്കും. ഉച്ച കഴിഞ്ഞാണ് എന്ന് പറയും. അത് കഴിഞ്ഞ് എപ്പോഴാണ് തിരിച്ചു പോയതെന്ന് ചോദിക്കുമ്പം പിന്നെ രാത്രി ചെന്ന് ഹോസ്റ്റലിൽ കയറ്റുമോ, അതുകൊണ്ട് ഞങ്ങൾ റിസോർട്ടിൽ തന്നെയാണ് കിടന്നത് എന്ന് പറയും. അന്നേരം നീ റിസോർട്ടിലോ ഇന്നലെയോ എന്ന് പറഞ്ഞിങ്ങനെ ഞെട്ടി ചോദിക്കുവാണ് കമല. അന്നേരം അതിനെന്താമേ 10-20 പെൺപിള്ളേരുണ്ടായിരുന്നു, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം പെൺപിള്ളേർ മാത്രമേ ഉള്ളായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അല്ല 10-25 ആൺപിള്ളേരും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അതെങ്ങനെയാണ് തലതെറിച്ച് പോയി, ഇതൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേർ ചെയ്യുന്ന കാര്യമാണോ, അവിടെ ഇവരെല്ലാവരും കൂടെ കൂടി ബീറും വൈനും ഒക്കെ ആയിട്ട് അഴിഞ്ഞാടുമായിരുന്നല്ലേടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലമ്മേ ഞാൻ വൈൻ കുടിച്ചില്ല, ബീർ മാത്രമേ കഴിച്ചോളൂ എന്ന് പറയും. അന്നേരവും കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇതൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ചെയ്യുന്നതാണോടി എന്ന് പിന്നെയും ചോദിക്കുമ്പം രഞ്ജു പറയുന്നുണ്ട്, അല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ചെയ്യുന്നതല്ല, ഇതൊന്നും പിച്ചക്കാർ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ 150 പേരുണ്ടായിരുന്നു ആ റിസോർട്ടിൽ, അതുപോലെ പൊന്നമ്പിളിയുടെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പും എല്ലാവരും ഉണ്ട്, അങ്ങനെ ഞങ്ങൾ കുറേ പിച്ചക്കാർ ചേർന്നാണ് ഇന്നലെ അവിടെ ഉറങ്ങിയത്, ഇന്ന് രാവിലെ പിച്ചക്കാരെല്ലാം പാത്രം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ കളിയാക്കി പറയുവാണ്. അന്നേരം നീ എന്നെ കളിയാക്കുവാണോടി എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അന്നേരം തുടങ്ങും
അങ്ങ് CBI രീതിയിലുള്ള ചോദ്യം ചെയ്യൽ, അതുകൊണ്ടാണ് പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാത്തത് എന്ന് രഞ്ജു പറയുക. അത് അന്നേരം ഈ ബഹളം കേട്ട് ശിവനെ കൊണ്ടുവന്നിട്ട് എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മോൾ ഇന്നലെ റിസോർട്ടിൽ കറങ്ങാൻ പോയേക്കുമായിരുന്നു, അത് ചോദിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം എന്നതാണ് ഈ സംഭവം എന്ന് ശിവൻ ചോദിക്കും. അന്നേരം ഞാൻ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അച്ഛൻ അങ്ങോട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് രഞ്ജു അകത്തേക്ക് പോകും. കമലയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടത്. പിന്നീട് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രനും ഗോവർദ്ധൻ കൂടി അങ്ങനെ കൊട്ടാരമറ്റത്തിലേക്ക് എത്തുന്നു. വണ്ടി കൊണ്ട് നിർത്തി പുറത്തിറങ്ങിയതിന് ശേഷം ഇത് ആരുടെ വീടാ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആരുടെയാണ് എന്ന് എനിക്കറിയത്തില്ല, ഏതായാലും അകത്ത് പോയി നോക്കട്ടെ എന്ന് പറയുവാണ്. അങ്ങനെ ഗോവർദ്ധനോട് വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അകത്തേക്ക് കയറി പോകാൻ വേണ്ടി പോകുന്നു. അന്നേരം അകത്ത് നമ്മുടെ കൊട്ടാരമറ്റത്തിൽ അവധിക്കുട്ടി ആൻസി വിളിച്ചിട്ട് പറയുന്നുണ്ട്, പുറത്ത് ആരോ വന്നിട്ടുണ്ട്, മിക്കവാറും റോബിച്ചിനെ കാണാൻ ആരെങ്കിലും വന്നതായിരിക്കും, നീ പോയി നോക്കുക എന്ന്. അന്നേരം റോബിച്ചിനെ കാണാൻ ആരും വരുമെന്ന് ഇന്ന് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പോയി വാതിൽ തുറക്കുമ്പോൾ ബാലേന്ദ്രനാണ്. ആരാ എന്താ എന്നൊക്കെ ചോദിക്കുമ്പം കൊട്ടാരമറ്റത്തിൽ അവധിക്കുട്ടിയുടെ വീടല്ലേ എന്ന് ചോദിക്കും. അന്നേരം ആൻസി പറയുന്നുണ്ട്, ഇത് കൊട്ടാരമറ്റത്തിൽ അവധിക്കുട്ടിയുടെ വീടല്ല, മകൻ റോബിച്ചിൻ്റെ വീടാണ് എന്ന്. അന്നേരം അവധിക്കുട്ടി എവിടെയാ എന്ന് ചോദിക്കുമ്പം അച്ഛൻ ഇന്ന് ഇവിടെയുണ്ട്, സ്ഥിരതാമസം ഇവിടെയല്ല എന്ന് കൂടി പറയുന്നു. അന്നേരം സ്ഥിരതാമസം എവിടെയാ എന്ന് ചോദിക്കുമ്പം ആൻസി പറയുന്നുണ്ട്, അങ്ങനെ സ്ഥിരതാമസം എന്ന് പറയാൻ ഒരിടവില്ല, ചിലപ്പോൾ റോബിച്ചിൻ്റെ കൂടെ, ചിലപ്പം ലാലിച്ചൻ്റെ കൂടെ, ചിലപ്പം ആൽബിച്ചിൻ്റെ കൂടെ, അങ്ങനെ മാറി മാറിയാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പം, ഓ അപ്പോൾ ഒരു നാടോടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അങ്ങനെയും പറയാം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, പുള്ളിയെ കാണാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന്. അന്നേരം ഇവിടെയുണ്ട്, അപ്പോൾ കയറി വാ കാണാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അകത്ത് ചെന്ന് കഴിയുമ്പം ബാലേന്ദ്രനെ കണ്ട് എന്ത് ചെയ്യും, ആരാ എന്താ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, എനിക്ക് കാണേണ്ടത് സ്റ്റാൻലിയാണ് എന്ന് പറയുമ്പം, സ്റ്റാൻലിയേക്കാണ് ഇങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം, അവൻ ഉള്ളിടത്തേക്ക് ചെല്ലണ്ടേ, അവൻ ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത് എന്ന് പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് വഴി പറഞ്ഞു തന്ന ആൾ ഇവിടേക്കാണ് പറഞ്ഞു തന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയും. ഏതായാലും ഇരിക്കാൻ പറയുന്നു. എന്നിട്ട് ചോദിക്കും, എന്തിനാണ് ലാലിച്ചനെ കാണുന്നത് എന്ന്. എന്നിട്ട് ഈ ലാലിച്ചൻ ആരാണ് എന്ന് ചോദിക്കും ബാലേന്ദ്രൻ. അപ്പം സ്റ്റാൻലിയുടെ അച്ഛൻ അവധിക്കുട്ടി പറയുന്നുണ്ട്, അവന് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് ലാലിച്ചൻ എന്നാണ് എന്ന്. അത് കഴിഞ്ഞ് ആൻസിയോട് ചായ എടുക്കാനൊക്കെ പറയുന്നു, കാപ്പി എടുക്കാൻ പറയുന്നു. അവരവിടെ ഇരുന്ന് സംസാരിക്കുവാണ്. അന്നേരം എന്തിനാണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയും. എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുമ്പം അങ്ങനെ പരിചയമൊന്നുമില്ല, ഇനിയാണ് പരിചയപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറയുവാണ്. അന്നേരം അവധിക്കുട്ടി ചായൻ ചോദിക്കുന്നുണ്ട്, ഓ റബ്ബറിൻ്റെ കാര്യം സംസാരിക്കാനായിരിക്കൂലേ എന്ന്. കാരണം ബാലേന്ദ്രൻ പാലയിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടായിരിക്കും. ഏതായാലും ലാലിച്ചൻ അവിടെ തനിച്ചാണ് താമസിക്കുന്നത്, അവിടുത്തെ തോട്ടം വെട്ടാൻ കൊടുക്കാനായിട്ട് ഇട്ടേക്കുവാണ്, അതിന് വേണ്ടി ആയിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ചിരി മാത്രമേ ബാലേന്ദ്രൻ കൊടുക്കുന്നുള്ളൂ. ഏതായാലും ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്നു. അതിനുശേഷം സ്റ്റാൻലിയുടെ തോട്ടത്തിൽ പണിയെടുക്കുന്നവരെ ആയിരിക്കും ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അവിടെ സ്റ്റാൻലി ഉണ്ടോ എന്ന്. അന്നേരം ഉണ്ട്, ഉച്ചയൂണ് കഴിഞ്ഞ് ഉറങ്ങുവാണ് എന്ന് പറയുമ്പോൾ, ഈ സമയത്തോ എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് അവൻ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അവൻ അവിടെ ഉണ്ട്, ഉള്ളത് കുളത്തുപുഴയാട്ടോ, കുളത്തുപുഴയുണ്ട്, ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുവാണ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് രണ്ടെണ്ണം അടിക്കുന്നൊരു ശീലം അവനുണ്ട്, അതുകൊണ്ട് ഉറക്കത്തിലാണ് എന്ന് പറയും. അന്നേരം അത് സാരമില്ല, ആളവിടെ ഉണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് ആൻസി കാപ്പിയായിട്ട് വരും. കാപ്പി കൊടുത്തു കഴിഞ്ഞ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലേന്ദ്രനോട് ചോദിക്കും, നല്ല കാപ്പിയാണോ എന്ന്. അന്നേരം നല്ല സൂപ്പർ കാപ്പിയാണ്, ചുമ്മാതല്ല ഇവിടെയുള്ളവർ ചായ കുടിക്കാതെ കാപ്പിയാക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് റോബിച്ചൻ വരും. അന്നേരം ഇതാരാ അപ്പച്ച എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എടാ ലാലിച്ചിനെ കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയും. അന്നേരം ലാലിച്ചിനെ കാണാൻ ഇങ്ങോട്ട് വന്നോ, അതവരാ ഇങ്ങോട്ടുള്ള അഡ്രസ്സ് പറഞ്ഞു കൊടുത്തത്, ലാലിച്ചൻ ഇവിടുന്ന് പോയിട്ട് കാലം എത്രയായി എന്നിങ്ങനെ പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പഴയൊരു പട്ടാളക്കാരനാണ് ഈ അഡ്രസ്സ് പറഞ്ഞു തന്നത് എന്ന്. അന്നേരം ഓ അങ്ങനെയാണെങ്കിൽ ചിലപ്പം ശരിയായിരിക്കും, പണ്ടിങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് റോബിച്ചിനും അവധിക്കുട്ടിച്ചാനും അവൻ്റെ അച്ഛനോടുള്ള സംസാരമാണ്. ഇന്നലെ എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അടിച്ച് വീല് തെറ്റി കിടന്ന് ഉറങ്ങിയതാണ്, അതുകൊണ്ട് ഭയങ്കര തലവേദനയാണ്, കാപ്പി ആൻസി കൊടുക്കുമ്പോൾ കാപ്പി വേണ്ട, വല്ല മോരും കൊണ്ട് എടുക്കുക എന്ന് പറയുന്നുണ്ട്. അന്നേരം അവധിക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, മോര് കൊടുക്കുക, അവൻ്റെ തലയും കണ്ണും ഒക്കെ ഒന്ന് തെളിയട്ടെ, ഇന്നലെ എന്നാ വീശിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പറയുന്ന അപ്പച്ചനും ഇങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സ്റ്റാൻലിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ, അവിടെ ആകുമ്പം ഇഷ്ടംപോലെ നല്ല സാധനങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ സംഭാഷണം അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് റോബിച്ചൻ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, കുളത്തുപുഴയിലേക്കുള്ള വഴി അറിയാവോ എന്ന്. അന്നേരം ഇല്ല, പറഞ്ഞു തരുവാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു എന്ന് പറയുമ്പം രണ്ടുമൂന്ന് വഴി പറഞ്ഞു കൊടുക്കും. അന്നേരം അവധിക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, എടാ നീ ആ ലൊക്കേഷൻ ഇട്ട് കൊടുക്കണം
കൊടുക്കുക, അന്നേരം അവർക്ക് പോകാൻ എളുപ്പമുണ്ടല്ലോ എന്ന്. അങ്ങനെ ലൊക്കേഷനും ഇട്ട് കൊടുക്കുന്നു. പിന്നെ വണ്ടിയിൽ ആരാ ഇരിക്കുന്നതെന്ന് ആൻസി ചോദിക്കുവേ. അന്നേരം അതിൻ്റെ അളിയനാണ് എന്ന് പറയുമ്പോൾ, ആഹാ അയാളെ എന്താ ഇങ്ങോട്ട് വിളിക്കാതെ ഇരുന്നേ, ഒരാളെ വണ്ടിയിൽ ഇരുത്തിയിട്ട് നാഗത്തിരുന്ന് എങ്ങനെയാണ് നമ്മൾ കാപ്പ് കുടിക്കുന്നത്, ഒരു കാര്യം ചെയ്യുക ആൻസി, നീ ആ കാപ്പി അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക എന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ആൻസി ആ കാപ്പിയായിട്ട് ഗോവർദ്ധൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഗോവർദ്ധന് കാപ്പി കൊടുക്കും. എന്നിട്ട് നല്ലതാണോ, മധുരം കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല കാപ്പിയാണ് എന്നൊക്കെ പറയുവേ. അങ്ങനെ കാപ്പ് കുടിച്ച് ആ കപ്പും കൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ ഇറങ്ങി വരും. അന്നേരം ഞങ്ങൾ ഇറങ്ങും കേട്ടോ എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആൻസി കയറി പോകുന്നത്. കയറിപ്പോയി കഴിയുമ്പം ബാലേന്ദ്രനോട് ഗോവർദ്ധൻ ചോദിക്കും, ഏതാ പെൺകുട്ടി എന്ന്. അന്നേരം അറിയില്ല, ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നതായിരിക്കും എന്ന് പറയുമ്പം നല്ലൊരു പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുവേ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എടാ എല്ലാ സ്ത്രീകളും മൂശാട്ടകളും മൂദേവികളും ഒന്നും അല്ല, അത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയുമ്പം നല്ലതിനെയാണോ ചീത്തേനെയാണോ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ രണ്ടും എന്ന് പറയുന്നു. അങ്ങനെ വണ്ടി കയറി ഇരുന്ന് കഴിയുമ്പോൾ ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, വീട്ടിലോട്ടാണോ എന്ന് ചോദിക്കുമ്പം അല്ല, ഇനിയാണ് നമുക്ക് കുളത്തുപുഴയ്ക്ക് പോകേണ്ടത്, ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്ന ആൾ അവിടെയാണ് എന്ന് പറയും. അന്നേരം എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വണ്ടി തിരിക്കും. വണ്ടി തിരിക്കുന്ന സമയത്ത് അത് കുട്ടിച്ചായം പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽപ്പണ്ടേ. അന്നേരം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പാലയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ വല്ല സംശയവും തോന്നിക്കാണുമോ എന്നറിയില്ല. അതുപോലെ ബാലേന്ദ്രനോട് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ജോലി, ബിസിനസ്സാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സ്വർണ്ണ ബിസിനസ്സും അതുപോലെ ടെക്സ്റ്റൈൽസും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ, ആഹാ ഇതൊക്കെയുള്ള ആളാണ് ഇങ്ങനെ പമ്മിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. ഏതായാലും അങ്ങനെ നോക്കി നിൽക്കുന്ന അത് കുട്ടിച്ചായനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിൽ ബാലേന്ദ്രൻ്റെ മകളല്ല അലീന എന്നുള്ള കാര്യം രഞ്ജു പറയുന്നു. അത് കേട്ട് കഴിയുമ്പം ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്. വൈജയന്തി ഈ കാര്യങ്ങളെല്ലാം പോയി ശിവനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഏതായാലും നീ അറിഞ്ഞല്ലോ അലീന ബാലേന്ദ്രൻ്റെ മകളല്ല എന്ന്, അത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് ഒരിക്കലും ബാലേന്ദ്രൻ്റെ മകളല്ല അവൾ എന്ന് എനിക്ക് അറിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് മറച്ചു വെച്ചതിൻ്റെ പേരിൽ കുറേ ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കമലയും പറയുന്നുണ്ട്, കമലയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കമലയിൽ നിന്ന് ഇത് മാറ്റി വെച്ചത്, ഇനി പെങ്ങളെ ന്യായീകരിച്ച് എന്നോട് സംസാരിക്കാൻ നേരം ഞാൻ ഇതിൻ്റെ എല്ലാം കൂടെ തീർത്തോളാം എന്നൊക്കെ കമലയും പറയുന്നുണ്ട്. ഏതായാലും ഇതിനെല്ലാം ശേഷം അവസാനം രേവതിക്കുട്ടിയും രോഹിത്തോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. രേവതിക്കുട്ടി രോഹിത്തിനോട് പറയുവാണ്, ആദ്യം ഞാൻ വിചാരിച്ചത് ഭയങ്കര മൂശാട്ടയാണ്, തല്ലിപ്പുള്ളിയാണ് എന്നൊക്കെ ആയിരുന്നു, പക്ഷേ ആ അഭിപ്രായം ഇപ്പം മാറി എന്ന് പറയുമ്പം ഇപ്പം എങ്ങനെയാണ് തോന്നുന്നത് എന്ന് രോഹിത്ത് ചോദിക്കും. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇപ്പം സ്മാർട്ടാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഒരു ചെറു പുഞ്ചിരിയൊക്കെ രോഹിത്തിൻ്റെ മുഖത്ത് വരുന്നുണ്ട്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.